ഗുഡ് മോർണിംഗ് എന്നുള്ള മാത്സ് ആണ് നോക്കുന്നത്. മാത്സ് ന്യൂ നമ്പേഴ്സിലെ നമുക്ക് നിങ്ങൾ പഠിച്ചു പോലെ എന്താ നമ്മൾ സ്ക്വയർ വരയ്ക്കാൻ പഠിച്ചു. നമുക്കൊരു സെൻറ്റിമീറ്റർ തന്നു കഴിഞ്ഞാൽ ആ സെൻറ്റിമീറ്റർ ഏരിയ തന്നെ സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ തന്നെ സ്ക്വയർ വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. ഓക്കെ, നിങ്ങൾ പല സ്ക്വയറും വരച്ചു. ഹോംവർക്ക് തന്നായിരുന്നു, എല്ലാവരും തന്നെ ചെയ്ത് അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് 3 fractions larger than √2 and less than √3. ആ ക്വസ്റ്റ്യൻ വേണ്ടി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സസൈസ് തീരും. ഓക്കെ, ഇപ്പം √2 വലിയതും √3 ചെറുതായിട്ടുള്ള ഫ്രാക്ഷൻസ് എഴുതാനാണ് പറയുന്നത്. 3 fractions എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു √2 വാല്യൂ എത്രയാണ് നമുക്ക് പറഞ്ഞുകൊണ്ട് √2 വാല്യൂ എന്ന് പറയുന്നത് 1.414 എന്ന് എഴുതി. ഓക്കെ, 1.414 ആണ് നമ്മുടെ √2 വാല്യൂ. ഓക്കെ, ഈ √3 വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത് 1.732 ഒരു 1.73 എടുത്താലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. ഇതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റണമെങ്കിൽ എന്താണ് വേണ്ടത്? അപ്പൊ നമുക്ക് 1.732 അതേപോലെ തന്നെ 1.414. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പോകണം. ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ നോക്കി എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 1, 2, 3. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ ഡെസിമൽ പ്ലേസ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും കൊണ്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്? നമുക്ക് എന്തെങ്കിലും ഡിവൈഡ് ചെയ്താൽ മതി. ഈസ് ഈക്വൽ ടു എന്താണ് നമുക്ക് നമ്മളെ 1,4,1,4 ഡിവൈഡഡ് ബൈ 1, 2, 3 അല്ലെ? 3 പോയിന്റിന് ശേഷമാണ് ഡെസിമൽ വന്നേനെ, 3 നമ്പേഴ്സിന് ശേഷമാണ് ഡെസിമൽ വന്നേനെ. അതുകൊണ്ട് 3 zeros അല്ലെ? ഡിവൈഡ് ബൈ 1000. ഇങ്ങനെ ഇതെന്തും ഈക്വൽ അല്ലേ? 1.414 എന്ന് പറയുന്നതും എന്താണ് 1414 ഡിവൈഡ് ബൈ 1000 എന്ന് പറയുന്നതും ഈക്വൽ ആണ് അല്ലെ? ഈ ഡെസിമലിനെ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്തു അല്ലെ? ഇതാ 3 zeros ഉണ്ട്, അതുകൊണ്ട് തന്നെ ലാസ്റ്റിന് 3 ഡിജിറ്റ് ആയിട്ട് പോയിന്റ് വരും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇതെന്തും ഈക്വൽ ആണ്. ഈ √3 നമുക്ക് ഇങ്ങനെ ഫ്രാക്ഷൻ ആക്കി ഇതാ 1732 ഡിവൈഡഡ് ബൈ 1000 അല്ലെ? കാരണം എന്താ അവിടെ 1, 2, 3 ലാസ്റ്റിന് 3 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളത്. അതുകൊണ്ട് ആ പോയിന്റ് എന്താ 3 zeros ഉണ്ട്. നമ്മൾ ഡിവൈഡ് ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ അത് 1000 ആയിരിക്കും. ഓക്കെ, 1.732 എന്ന് പറയുന്നത് 1732 ബൈ 1000 എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഇത് ഡെസിമൽ ഫോമിൽ, ഇത് ഫ്രാക്ഷണൽ ഫോമിൽ. ഇത് ഡെസിമൽ ഫോമിൽ, ഇത് ഫ്രാക്ഷണൽ ഫോമിൽ അല്ലെ? നമുക്ക് ഫ്രാക്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ 1414 ബൈ 1000ഉം അതിന്റെ ഇടയ്ക്കും 1732 ബൈ 1000. ഇതിനിടയിൽ ഇഷ്ടം പോലെ നമ്പർ വന്നു അല്ലെ? നമുക്ക് ഇഷ്ടമുള്ള 3 ഫ്രാക്ഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ ഇടയ്ക്ക് വന്നല്ലേ? ആദ്യം എഴുതാൻ √2 ആയിരിക്കണം, ലെസ് ദാൻ √3 ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1415 ഡിവൈഡ് ബൈ 1000 അല്ലെ? 1416 ഡിവൈഡ് ബൈ 1000. ഇഷ്ടംപോലെ നമ്പർ കിട്ടില്ലേ? 1732 ചെറിയ നമ്പർ വരെ എഴുതാന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 14131 ഡിവൈഡ് ബൈ 1000. ഓക്കെ, അപ്പൊ ഇഷ്ടമുള്ള നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 നമ്പേഴ്സ് നിങ്ങൾ ഫ്രാക്ഷൻ ആക്കി എഴുതാം. ഓക്കെ, അപ്പൊ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ √2 വാല്യൂ ഇത് കാണാപ്പാടം പഠിക്കണം. √2 വാല്യൂ 1.414 ആണ്. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. √3 വാല്യൂ 1.732 ആണ്. കാരണം ഇനി പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് പഠിക്കുക. √2 വാല്യൂ, √3 വാല്യൂ. ഓക്കെ, 1.414 ആണ് √2 വാല്യൂ, √3 വാല്യൂ 1.732. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞു. ഇപ്പൊ ഇഷ്ടമുള്ള 3 ഫ്രാക്ഷൻസ് നമുക്ക് എടുത്ത് ചെയ്താൽ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ നമ്പേഴ്സിനെ ന്യൂ നമ്പേഴ്സ് കണ്ടു. ഇനി അതിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെയാണ് നമ്മൾ ഇനി വന്ന എക്സസൈസിൽ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എക്സസൈസിലേക്ക് പോവാം. എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The hypotenuse of a right triangle is 1/2 meter and other side is 1/2 meter. Calculate its perimeter correct to a centimeter എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ഫിഗർ ഒന്ന് വരട്ടെ. റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ? ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. 90 ഡിഗ്രി വന്ന ട്രയാങ്കിൾ. നമുക്ക് പേര് കൊടുക്കാം ABC. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് തന്നെ ഏറ്റവും നീളം കൂടിയ വശമാണ് ഹൈപ്പോട്ടന്യൂസ്. 1/2 മീറ്റർ ആണ്. ഈ വശം 1/2 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് പെരിമീറ്റർ, ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. ചുറ്റളവ് കണ്ടുപിടിക്കാൻ എന്താ? നമുക്ക് 3 സൈഡ് പറയണം അല്ലേ? എന്താണ് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ? നമുക്ക് 3 സൈഡ് പറയണം. നമുക്ക് 2 സൈഡ് അറിയാം. ഈ സൈഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോകാം. പൈതഗോറസ് തിയറം പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ.
അല്ലേ? ഇവിടെ നമുക്ക് ഓൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ഹൈപ്പോട്ന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് ഈ ബേസ് സ്ക്വയർ മൈനസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് വരും? എ സി സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡ് നമ്മൾ കൂട്ടും അല്ലേ? അപ്പോൾ നമുക്ക് ഹൈപ്പോട്ന്യൂസ് അറിയാം, വേറൊരു വശം അറിയാമെന്നുണ്ടെങ്കിൽ എന്താണ് ഹൈപ്പോട്ന്യൂസിൽ നിന്നാണ് നമ്മൾ വേറൊരു വശം കണ്ടുപിടിക്കുന്നതിന് എപ്പോഴും അത് മൈനസ് ചെയ്യുക ചെയ്യേണ്ടത്. അപ്പോൾ ഈ വശം കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ വശം അറിയാമെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ന്യൂസിന് ഈ വശം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വശം കിട്ടും. ഓക്കെ, ഹൈപ്പോട്ന്യൂസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും സബ്ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത്. ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കാനാണെങ്കിലാണ് നമ്മൾ അഡീഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എ സി സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് 1/2 1/2 നമുക്കൊന്ന് ഫ്രാക്ഷൻ ആക്കാം. ഇങ്ങനെ ഫ്രാക്ഷൻ ആക്കുന്നത് മിക്സഡ് ആക്കിയല്ലേ കിടക്കുന്നത്. ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാ? 2 × 1. ഓക്കെ, 2 × 1 + 1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 2 × 1 2, 2 + 1 ഡിവൈഡ് ബൈ 2 എന്ത് വരും? 3/2. ഈ 1/2 എന്ന് പറയുന്നത് എന്താണ്? 3/2 ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3/2 എന്ന് എടുക്കാം. 1/2 എന്ന് പറയുന്നത് എങ്ങനെയാണ്? മിക്സഡ് ആണ്. നമ്മൾ പ്രോപ്പർ ആക്കി കഴിഞ്ഞപ്പോൾ 2 × 1 2 ആണ്. ഇനി മുകളിൽ കിടന്നത് പ്ലസ് ചെയ്യുക. +1 ഡിവൈഡ് ബൈ 2 അപ്പോൾ 3/2. ഓക്കെ, അപ്പോൾ നമുക്ക് 3/2 എന്ന് കിട്ടി, ഇത് 1/2 എന്ന് കിട്ടി. അപ്പോൾ എന്താ പറയുക? എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 3/2 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ. ഓക്കെ, ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഓക്കെ, ആ കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്തത്. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. കേട്ടാ, നമ്മൾ ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കാനാണെങ്കിൽ എന്താ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യും. ഇതില്ലെങ്കിൽ ഈ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ബേസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സബ്ട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സബ്ട്രാക്ഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3/2 സ്ക്വയർ നോക്കാം. 3/2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 2ന്റെ സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറയുന്നതാണ് 3 × 3. 3 × 3 9 ആണ്. ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 2 × 2 4 ആണ്. ഓക്കെ, അപ്പോൾ 3/2 സ്ക്വയർ എന്ന് പറയുന്നത് 9/4 എന്ന് കിട്ടി. ഇനി മൈനസ് 1/2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1/2 സ്ക്വയർ എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ എടുക്കുക. 1 സ്ക്വയർ എന്ന് പറയുന്നതാണ് 1 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 2 × 2 4 അല്ലേ? അപ്പോൾ 1/2 സ്ക്വയർ എന്ന് പറയുന്നത് 1/4 ആണ്. അപ്പോൾ 1/2 സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താം? 1/4 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പം 3/2 സ്ക്വയർ എന്ന് പറയുന്നത് 9/4 ആണ്. 1/2 സ്ക്വയർ എന്ന് പറയുന്നത് 1/4 ആണ്. അപ്പോൾ അടിയിൽ നോക്കിയേ, നമുക്ക് സെയിം നമ്പർ തന്നെ കിട്ടി, 4 തന്നെ കിട്ടി. അപ്പോൾ അടിയിൽ സെയിം നമ്പർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യുമ്പോൾ നേരിട്ട് മൈനസ് ചെയ്താൽ മതി. LCM എടുക്കേണ്ട ആവശ്യമില്ല. അടിയിൽ വേറെ നമ്പേഴ്സ് വരാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ LCM ഒക്കെ എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 4 ആണ്, ഇവിടെ 4 ആണ് അല്ലേ? അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൈനസ് ചെയ്യാം. ഇങ്ങനെ മൈനസ് ചെയ്യാം. 9 - 1 എന്ന് പറയുമ്പോൾ എന്താണ്? 8. 8/4. 8/4 എന്താണ്? 4 × 2 ആണ് 8 അല്ലേ? അപ്പോൾ ഇത് നമുക്ക് 2 കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓടി ഇത് 2 എഴുതരുത്. കാരണം നമ്മൾ ശ്രദ്ധിക്കണം, എ സി സ്ക്വയർ ആണ് നമുക്ക് 2 കിട്ടിയത് അല്ലേ? എ സി സ്ക്വയർ അല്ലേ ഇതൊക്കെ? നമുക്ക് വേണ്ടത് എ സി സ്ക്വയർ അല്ലല്ലോ, നമുക്ക് വേണ്ടത് എ സി ആണ്. അപ്പോൾ എ സി സ്ക്വയർ 2 ആണെന്നുണ്ടെങ്കിൽ എ സി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്ക്വയർ കാട്ടിക്കളയാനായിട്ട് ഈക്വൽ ടു നമ്പറിന് റൂട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി ഇസ് ഈക്വൽ ടു √2 എന്ന് വരും. അപ്പോൾ എ സിയുടെ നീളം എത്രയാണ്? √2. ഓക്കെ, അപ്പോൾ നമുക്ക് 3 നീളവും കിട്ടി. ഓക്കെ, ഹൈപ്പോട്ന്യൂസ് 3/2 ആണെന്ന് കിട്ടി, ബേസ് 1/2 ആണെന്ന് കിട്ടി, നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് √2 ആണ് കിട്ടി. ഓക്കെ, അപ്പോൾ മീറ്ററിലാണ് തന്നത്. അതിനൊക്കെ മീറ്ററിൽ എഴുതാം. ഇത് മീറ്റർ അല്ലേ? നമ്മളോട് ചോദ്യം പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ്. പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റളവ്. ചുറ്റളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സൈഡും ആഡ് ചെയ്തു അപ്പോഴാണ് പെരിമീറ്റർ. ഓക്കെ, നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു ചുറ്റളവ് എന്ന് പറയുന്നത് ഈ 3 വശം കൂടി കൂട്ടണം. അപ്പോൾ ഇത് 3/2 മീറ്റർ പ്ലസ് ഈ വശം എത്രയാണ്? 1/2 മീറ്റർ പ്ലസ് √2 മീറ്റർ. ഓക്കെ, ഇതാണ് 3 നമ്മുടെ വശത്തുള്ള അളവുകൾ. ഇത് 3/2, ഇത് 1/2, ഇത് √2. ഓക്കെ, അപ്പോൾ നമുക്ക് ആഡ് ചെയ്താലോ? ആഡ് ചെയ്യാനായിട്ട് 3/2 പ്ലസ് 1/2 അല്ലേ? 3/2 പ്ലസ് 1/2 എത്രയാണ്? 3/2 പ്ലസ് 1/2 എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് 4/2 എന്ന് കിട്ടും അല്ലേ? അതിൽ നമുക്ക് ഇതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. 3/2 പ്ലസ് 1/2 എന്താണ് കിട്ടുക? 3/2 പ്ലസ് 1/2. 3 + 1 4/2. 4/2 എന്ന് പറയുമ്പോൾ എന്താണ്? 2. ഓക്കെ, 2 പ്ലസ് √2 മീറ്റർ എഴുതാം. ഓക്കെ, 2 പ്ലസ് √2 മീറ്റർ. അതാണ് നമ്മുടെ എന്ത്? ഈ
ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഫ്രാക്ഷൻ സം ചെയ്യാൻ ഭാരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, 3/2 ഡിവൈഡ് ചെയ്യുക. 3/2 എന്ന് പറയുമ്പോൾ 1 2 റിമൈൻഡർ 1 എന്താണ് 0.5. അപ്പൊ 3/2 എന്ന് പറയുന്നത് 1.5 ആണ്. പ്ലസ് 1/2 എന്ന് പറയുന്നത് എന്താണ്, 1/2 എന്ന് പറയുന്നത് 0.5. ഓക്കെ, 1/2 എന്ന് പറയുന്നത് ആരെയല്ലേ, അപ്പൊ 0.5. ഇനി √2ന്റെ വില എത്രയാണ്, √2ന്റെ വില നമ്മൾ കണ്ടു 1.414 ആണ് √2ന്റെ വില അല്ലെ. അപ്പൊ ഈ √2ന് പകരം എന്തിട്ട് കൊടുക്കുക, √2ന് പകരം നിങ്ങൾ 1.414 എന്നിട്ട് കൊടുക്കുക. ഓക്കെ, 1.414 എന്നിട്ട് കൊടുത്ത് നമ്മൾ ഇത് 3 ആഡ് ചെയ്യാം. എന്ത് വരും, 1.5 പ്ലസ് 0.5 പ്ലസ് 1.414. ഓക്കെ, അപ്പൊ മുമ്പിൽ ഉണ്ടെങ്കിൽ 0 ഇട്ട് കൊടുത്താൽ മതി. ആഡീഷൻ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ പ്രശ്നം വരില്ല. ഓക്കെ, ഈ പോയിന്റുകൾ എല്ലാവരും ഒരേ ലൈനിൽ വരണം, അതാണ് നമ്മൾ നോക്കേണ്ട കാര്യം കേട്ടോ. ഈ എല്ലാ ഡെസിമൽ പോയിന്റും ഒറ്റ ലൈനിൽ വരണം, എന്നാലും നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ അവിടെ 4 ഇവിടെ ഇല്ലാന്ന് വിഷമിക്കേണ്ടത് 0s ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, 4 1 ഇത് ആഡ് ചെയ്യാനാണ്. 5 + 5 10, 10 + 4 14, 4 റിമൈൻഡർ 1 1 2 3 3.414 അല്ലേ, ഈക്വൽ ടു 3.414 എന്തെന്ന് കിട്ടി, 3.414 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, 3.414 മീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സെന്റിമീറ്ററിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ × 100 ചെയ്താൽ മതി. ഓക്കെ, × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് മീറ്ററിലാണ് കിട്ടിയിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സെന്റിമീറ്ററിലേക്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, 3.414 × 100. അപ്പൊ എന്ത് കിട്ടും, 341.4 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ പെരിമീറ്റർ 341.4 സെന്റിമീറ്റർ നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ മീറ്റർ ആണ്, മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, × 100 ചെയ്യുക. ഓക്കെ, 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. ആ ഇക്വേഷൻ അനുസരിച്ച് 3.141 മീറ്റർ സെന്റിമീറ്ററിലേക്ക് ആക്കണമെങ്കിൽ × 100 ചെയ്യുക. അപ്പൊ എന്താ, 2 പോയിന്റ് നീങ്ങും, × 100 അല്ലേ. അപ്പൊ ഈ 3.141 എന്നുള്ളതിന് 2 പോയിന്റ് നീങ്ങി എന്ത് വരും, 341.4. ഓക്കെ, 341.4 സെന്റിമീറ്റർ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളിതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ട്രയാങ്കിളിന്റെ 2 സൈഡ് തന്നിട്ടുണ്ടായി. അപ്പൊ നമ്മൾ ബാക്കി സൈഡ് കണ്ടുപിടിച്ചു. എങ്ങനെ, പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ടായി, ബേസ് തന്നിട്ടുണ്ടായി അല്ലെ. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. 3/2 സ്ക്വയർ മൈനസ് 1/2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് AC എന്ന് കിട്ടും, AC സ്ക്വയർ. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് വന്നപ്പോൾ നമുക്ക് AC √2 ആണ് കിട്ടി. ഓക്കെ, ഇപ്പൊ 3 വശം അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പാടില്ലേ, 3 വശം കൂടി കൂട്ടിയാൽ മതി. ഇത് 3/2 പ്ലസ് 1/2 പ്ലസ് √2. ഓക്കെ, 3/2 എന്ന് പറയുന്നത് എന്താണ്, 3/2 എന്ന് പറയുന്നത് 1.5 ആണ്. 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. √2 എന്ന് പറയുന്നത് 1.414 ആണ്. ഓക്കെ, പിന്നെ 3 ആഡ് ചെയ്തത് നമുക്ക് കിട്ടി 3.414 എന്ന് കിട്ടി. സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് × 100 ചെയ്യുക. അപ്പൊ 341.4 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നതാണ് നോക്കാം. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. Picture shows an equilateral triangle cut into 2 halves by a line through a vertex. അപ്പൊ എന്താണ്, നമ്മളൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് തന്നിട്ടുള്ളത്. ഈ ഇക്വലാറ്റർ ട്രയാങ്കിൾ 2 ഭാഗമായിട്ട് മുറിച്ചു എന്നാണ് പറയുന്നത്, ഈ വെർട്ടെക്സിൽ നിന്ന് വന്ന ലൈൻ മൂലം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നപ്പോ എന്തായി, ഈ 2 ഭാഗമായിട്ട് മുറിഞ്ഞു. ഇക്വലാറ്റർ ട്രയാങ്കിൾ 2 പാർട്ടായിട്ട് ഇവിടെ മുറിഞ്ഞു. ഓക്കെ, എന്താണ്, വെർട്ടെക്സിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ എന്താണ്, ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇക്വലാറ്റർ ട്രയാങ്കിൾ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇക്വലാറ്റർ ട്രയാങ്കിൾ എല്ലാ ഡിഗ്രിയും എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ഡിഗ്രി ആയിരിക്കും, ഇത് 60 ഡിഗ്രി ആയിരിക്കും, ഇവിടെ മൊത്തം 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ കറക്റ്റ് പകുതി വെച്ചാലും മുറിഞ്ഞേ. അപ്പൊ 60 ഡിഗ്രിയുടെ പകുതി എത്രയാണ്, 30 ഡിഗ്രി അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും, ഇവിടെ 30 ഡിഗ്രിന്ന് വരും, ഇവിടെ 30 ഡിഗ്രിന്ന് വരും. ഓക്കെ, അതിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഇക്വലാറ്റർ ട്രയാങ്കിൾ പ്രത്യേകത എന്താണ്, എല്ലാ സൈഡും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലെ.
ഇത് 2 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായിരിക്കും? ഈ സൈഡും 2 മീറ്റർ ആയിരിക്കും, ഈ സൈഡും 2 മീറ്റർ ആയിരിക്കും അല്ലേ. പക്ഷെ എന്ത് സംഭവിച്ചു? ഈ 2 മീറ്റർ സ്പ്ലിറ്റ് ആയി പോയി അല്ലേ. വെർട്ടെക്സ് നമ്മൾ വരച്ചിപ്പോൾ ഈക്വലായിട്ട് ട്രയാങ്കിൾ 2 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയി. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിന്റെ ഈ ഒരു പാർട്ടിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എത്രയായിരിക്കും? ഈ 2 മീറ്ററിന് കറക്റ്റ് പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് 1 മീറ്ററും ഇത് 1 മീറ്ററും ആയിരിക്കും അല്ലേ. എന്നാലേ നമുക്ക് കറക്റ്റ് പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അപ്പോൾ ഈ പെരിമീറ്റർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് കണ്ടുപിടിക്കണം അല്ലേ. ഇത് ജസ്റ്റ് പേര് കൊടുക്കാം, ABCD. നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ABD എന്ന ട്രയാങ്കിൾ ആണ്. ഓക്കെ, കൺസിഡർ ട്രയാങ്കിൾ ABD. ഈ ABD എന്ന ത്രികോണത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2 വശം നമുക്കറിയാം, ഈ വശം നമുക്കറിയില്ല. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? 3 ആംഗിൾ അറിയാം. അപ്പൊ ഞാൻ ഒരു റേഷ്യോ പറഞ്ഞു, 1:√3:2. ആ റേഷ്യോ വെച്ചിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പൈതഗോറസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ 2 ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ റേഷ്യോ വെച്ച് ഞാൻ കണ്ടുപിടിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതെന്താണ്? ഇത് 90 ഡിഗ്രി ആണ്, കാരണം വെർട്ടെക്സ് കൊണ്ട് മുറിഞ്ഞതാണ്. ഇത് 30 ഡിഗ്രി 60 ഡിഗ്രി ആണ്, കാരണം ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 30 ഡിഗ്രി വരാൻ കാരണം എന്താ? മൊത്തം 60 ഡിഗ്രി ആണ്. കാരണം എന്താ? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇത് 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? വെർട്ടെക്സ് വഴി ഈ 2 ആംഗിളിനെ രണ്ടായിട്ട് ഈക്വൽ ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയി. വെർട്ടെക്സ് വഴിയാണ് മുറിക്കണേന്നുണ്ടെങ്കിൽ 2 ഈക്വൽ പാർട്ടായിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ 60 ഡിഗ്രിന്റെ പകുതിയോ 60 ഡിഗ്രിയുടെ പകുതി എന്ന് പറയുന്നത് എന്താണ്? 60 ഡിഗ്രി ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് ഇവിടെ 30 ഇവിടെ 30 വന്നത്, മൊത്തം 60 ആവുകയും ചെയ്യും. ഓക്കെ, 60 ഡിഗ്രി ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റേഷ്യോ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 30 ഡിഗ്രി. ഓക്കെ, നമുക്ക് ഈ ഭാഗം തന്നിട്ടുണ്ട് 1 മീറ്റർ ആണെന്ന് അറിയാം, ഈ ഭാഗം നിങ്ങൾക്ക് 2 മീറ്റർ ആണെന്ന് അറിയാം, ഈ ഭാഗമാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ റേഷ്യോ വെച്ചാണ് നോക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി. ഒരു റേഷ്യോ ഞാൻ പറഞ്ഞു തന്നായിരുന്നു അല്ലേ. ഇങ്ങനെയാണ് ആംഗിൾ വന്നതെന്നുണ്ടെങ്കിൽ ആംഗിളിന്റെ സൈഡ് ഒരു റേഷ്യോയിലായിരിക്കും വരെ എന്താ? 1:√3:2 അല്ലേ. അപ്പോൾ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വന്നത് 1x ആക്കി എടുക്കുക. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വന്നത് √3x ആക്കി എടുക്കുക. ഓക്കെ, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വന്നത് 2x ആക്കി എടുക്കുക. അപ്പം നിങ്ങൾക്ക് 2 വശം തന്നിട്ടുണ്ട്. അതുപോലെ ഈ 2 തന്നിട്ടുണ്ട്, 1 തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വശം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ഈ വശം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? ABD. ഏത് വശം ചെയ്താലും ഈക്വൽ ആയിട്ടുള്ളത് കിട്ടും. ഈ വശം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? 1 മീറ്റർ ഇസ് ഈക്വൽ ടു 1x എന്ന് കിട്ടും അല്ലേ. ഈ 1x ഇസ് ഈക്വൽ ടു 1 മീറ്റർ, x ഇസ് ഈക്വൽ ടു 1/1 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഈ വശം ചെയ്യണമെങ്കിൽ എന്ത് കിട്ടും? 2x ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും, x ഇസ് ഈക്വൽ ടു 2/2 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ഏത് വശം ചെയ്താലും നിങ്ങൾക്ക് എക്സിന്റെ വില 1 ആണെന്ന് കിട്ടും. എക്സിന്റെ വില 1 ആണെന്ന് കിട്ടി കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ഈ സൈഡ് 1 × 1 മീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്, ഈ സൈഡ് 2 × 1 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് എന്ത് വരും? √3 × 1 എന്താണ്? √3 മീറ്റർ ആണ് നമുക്ക് ഈ സൈഡും കിട്ടും. ഓക്കെ, അപ്പോൾ 3 വശം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പെരിമീറ്റർ കണ്ടുപിടിക്കാം. ഇതാണ് ഒരു ടെക്നിക്ക്. ഇനി വേറെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അതും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. 2 വശം അറിയാമെങ്കിൽ മാത്രമേ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു വശം മാത്രമേ അറിയുള്ളൂ എന്നെങ്കിൽ നമ്മൾ ഈ റേഷ്യോ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. 2 വശം അറിയാമെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ABD. ഇത് 1 മീറ്റർ ആണ്, ഇത് 2 മീറ്റർ ആണ്, ഇത് അറിയാൻ പാടില്ല അല്ലേ. ഓൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പൈതഗോറസ് തിയറം അനുസരിച്ച് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്താണ്? 2 സ്ക്വയർ അല്ലേ. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് AB. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ AB സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ BD സ്ക്വയർ. അപ്പോൾ AD സ്ക്വയർ എന്താണെന്ന് കിട്ടി? AD സ്ക്വയർ ഇസ് ഈക്വൽ ടു AB സ്ക്വയർ എന്ന് വെച്ചാൽ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ AD സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 2 × 2 2 × 2 4 ആണ്, മൈനസ് 1 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 1. അപ്പോൾ എന്ത് കിട്ടി? 3. AD സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. AD ഇസ് ഈക്വൽ ടു എന്ന് കിട്ടി? AD ഇസ് ഈക്വൽ ടു √3 എന്ന് കിട്ടി. കണ്ടോ, നമ്മൾ റേഷ്യോ വെച്ച് ചെയ്തപ്പോൾ നമുക്ക് √3 തന്നെ കിട്ടി. പൈതഗോറസ് തിയറം വെച്ച് ചെയ്തപ്പോൾ നമുക്ക് √3 തന്നെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് √3 മീറ്റർ കിട്ടി. അപ്പോൾ നമുക്ക് ഈ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പാടില്ലേ?
പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 3 സൈഡും കൂടി കൂട്ടിയാൽ മതി അല്ലേ? ഈ 3 സൈഡും കൂടി കൂട്ടാൻ നമുക്ക്. ഓക്കെ, പെരിമീറ്റർ. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 പ്ലസ് ഇത് 1 പ്ലസ് 2 പ്ലസ് എന്താണ് √3. 1 പ്ലസ് 2 പ്ലസ് √3. അപ്പൊ ഹോൾ നമ്പർ ഒക്കെ നമുക്ക് ഒരുമിച്ച് ആഡ് ചെയ്യാം. 1 2 1 പ്ലസ് 2 എന്താണ് 3. 3 പ്ലസ് √3 അല്ലേ? 3 പ്ലസ് √3 മീറ്റർ ആണ്, എല്ലാവരും മീറ്റർ ആണ്, അതുകൊണ്ട് 1 പ്ലസ് √3 മീറ്റർ. നമുക്ക് എന്ത് ചെയ്യണം? √3ക്ക് വാല്യൂ ഇട്ട് കൊടുക്കണം. √3യുടെ വാല്യൂ എത്രയാണ് ഞാൻ പറഞ്ഞു നിങ്ങളോട്? അതാണ് ഞാൻ പറഞ്ഞു √2ന്റെ √3യുടെ വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. √2ന്റെ വാല്യൂ 1.414 ആണ്, √3യുടെ വാല്യൂ 1.732 ആണ് അല്ലേ? 1.732. ഈ √3ക്ക് പറഞ്ഞ് എന്ത് ചെയ്ത് കൊടുക്കുക? 1.732 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ 3 പ്ലസ് 1.732 എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഓക്കെ, 3 പ്ലസ് 1.732. മുകളിലൊക്കെ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ 0 ഇട്ട് കൊടുത്താൽ മതി. പ്ലസ് ചെയ്യാം. 2 3 7 3 പ്ലസ് 1 4. ഇപ്പൊ എന്ത് കിട്ടി? 4.732 മീറ്റർ കിട്ടി. ഓക്കെ, 4.732 മീറ്റർ ആണ് ഈ ഒരു പാർട്ടിന്റെ, ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു പാർട്ടിന്റെ പെരിമീറ്റർ 4.732 ആണ് കിട്ടി. ഓക്കെ, എളുപ്പല്ലേ? നിങ്ങൾക്ക് എളുപ്പമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്. എന്താണ്? അപ്പോൾ നിങ്ങൾ ഒരു സൈഡ് കണ്ടുപിടിച്ചാൽ നമുക്ക് മൊത്തം സൈഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ നമുക്ക് 2 സൈഡ് തന്നിട്ടുണ്ടായിരുന്നു. ഒന്നുപോലെ റേഷ്യോ ഉപയോഗിച്ച് 3ാമത്തെ സൈഡ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പൈതഗോറസ് തിയറം അനുസരിച്ച് 3ാമത്തെ സൈഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം അനുസരിച്ച് റേഷ്യോ വെച്ച് ഞാൻ കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫോളോ ചെയ്യാം. ഇപ്പോൾ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾ 2ഉം ചെയ്തോളൂ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് ഒരെണ്ണം ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് ആഡ് ചെയ്താൽ മതി. 2 പ്ലസ് 1 പ്ലസ് √3. 1 പ്ലസ് 2 എന്ന് പറയുന്നത് 3 ആണ്. 1 മീറ്റർ പ്ലസ് 2 മീറ്റർ 3 മീറ്റർ പ്ലസ് √3 മീറ്റർ. √3യുടെ വാല്യൂ 1.732 ആണ്. √3ക്ക് പകരം നമ്മൾ 1.732 ഇട്ട് കൊടുത്തു. ഇത് ആഡ് ചെയ്തു. എപ്പോഴും പോയിന്റ് എപ്പോഴും ഒരു ലൈനിൽ തന്നെ വരാൻ ശ്രദ്ധിക്കുക. അതാണ് നിങ്ങൾ ഡെസിമൽ പോയിന്റിന്റെ അഡീഷൻ ഓർത്തിരിക്കുന്നത്. എല്ലാവരും ഒരു പോയിന്റ് തന്നെ ഒരു ലെവലിൽ തന്നെ വരണം. ഓക്കെ, അപ്പൊ 4.732 മീറ്റർ നമുക്ക് പെരിമീറ്റർ കിട്ടും. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഈ വലിയ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും ഈ കുഞ്ഞി ഈ പെരിമീറ്റർ 2ആയിട്ട് മുറിച്ചു അല്ലേ? ഇതിന്റെ പെരിമീറ്റർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദ്യം. എന്തോരം വ്യത്യാസം ഉണ്ട് എന്നാണ് പെരിമീറ്റർ എന്നാണ് ചോദ്യം. എന്താണ്? ഹൗ മച്ച് ഈസ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ ഈസ് ദിസ്. ഈ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടുപിടിച്ച പെരിമീറ്റർ ഇല്ലേ 4.732, അത് ഈ മൊത്തം ട്രയാങ്കിളിന്റെ പെരിമീറ്ററിനേക്കാളും എന്തോരം കുറവാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മൊത്തം ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്താണ്? ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ഇതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്തോരം വ്യത്യാസം ഉണ്ടെന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണ്? മൊത്തം ട്രയാങ്കിളുടെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിനും ഈ പെരിമീറ്ററും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഓക്കെ, അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് മൊത്തം ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിനെന്താ ചെയ്യണ്ടേ? One 4.732 നോക്കട്ടെടാ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഓക്കെ ABC. നമുക്ക് പാട്ടൊന്നും എടുക്കണ്ട, മൊത്തം ഹോൾ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൊത്തം ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് ഈ വശം 2 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ വശം 2 മീറ്റർ ആയിരിക്കും, ഈ വശം 2 മീറ്റർ ആയിരിക്കും അല്ലെ? അപ്പൊ ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്താണ്? ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 പ്ലസ് 2 പ്ലസ് 2 അല്ലെ? 2 പ്ലസ് 2 പ്ലസ് 2 എന്ന് പറയുന്നത് 6 മീറ്റർ. അപ്പൊ ഈ വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും തമ്മിൽ എന്തോരം വ്യത്യാസം ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വ്യത്യാസം ഉണ്ടെന്ന് കാണട്ടെ എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിൽ നിന്ന് നമുക്ക് മുമ്പ് കണ്ട പെരിമീറ്റർ ഇല്ലേ, അത് മൈനസ് ചെയ്താൽ മതി. അപ്പൊ മുമ്പ് കിട്ടിയ പെരിമീറ്റർ എത്രയാണ്? 4.732 ആണ് നമുക്ക് മുമ്പ് കിട്ടിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അല്ലെ? അപ്പൊ നമുക്ക് ഈ 6 നിന്ന് ഇത് കുറയ്ക്കാം. അപ്പൊ നമുക്ക് ഡിഫറൻസ് കിട്ടും. ഡിഫറൻസ് ഇൻ പെരിമീറ്റർ. ഡിഫറൻസ് ഇൻ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു മൊത്തം ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 6 മൈനസ് 4.732. ഓക്കെ, നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. 6 നിന്ന് 4.732 മൈനസ് ചെയ്യാം. ഓക്കെ, 6.00 4.732. ഓക്കെ, മൈനസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 0 ആണ്. അപ്പൊ 10 മൈനസ് 2 എന്താണ്? 10 മൈനസ് 2 നമുക്ക് 8 ആണ് കിട്ടി അല്ലെ? ഇതാണ് 9. 9 മൈനസ് 3 എന്ത് കിട്ടും?
9 മൈനസ് 3 നമുക്ക് 6 ആണ് കിട്ടും. ഓക്കെ, ഇവിടെ എന്തോരും 8 കിട്ടും. 8 മൈനസ് 7 1 ആണ് കിട്ടും. ഇവിടെ 6 മാറി 5 ആവും. 5 മൈനസ് 4 1 ആണ് കിട്ടും. വ്യത്യാസം എന്താണ്? 1.168 മീറ്റർ ആണ് ഈ രണ്ട് ട്രയാങ്കിളുടെ പെരിമീറ്റർ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, 1.168 മീറ്റർ, ഇതാണ് പെരിമീറ്റർ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? ആ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചു. അത് നമുക്ക് 4.732 മീറ്റർ എന്ന് കിട്ടി. ഇനി എന്താണ്? ആ വലിയ ട്രയാങ്കിളും ചെറിയ ട്രയാങ്കിളും തമ്മിലുള്ള പെരിമീറ്ററിന്റെ വ്യത്യാസമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചു. 2 + 2 + 2 അപ്പൊ 6 മീറ്റർ എന്ന് കിട്ടി അല്ലെ. ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇത് നമ്മൾ മൈനസ് ചെയ്യണം. 6 മീറ്റർ മൈനസ് 4.732 മീറ്റർ. അപ്പൊ 6 4.732 കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1.168 എന്ന് കിട്ടി. അപ്പൊ ഡിഫറൻസ് എന്താണ്? 1.168 മീറ്റർ ആണ് ഈ രണ്ട് ട്രയാങ്കിളും തമ്മിലുള്ള ഡിഫറൻസ്. ഈ വലിയ ട്രയാങ്കിളും ഈ ട്രയാങ്കിളിന്റെ ഒരു ഭാഗവും അടുത്തില്ലേ ആ ട്രയാങ്കിൾ തമ്മിലുള്ള പെരിമീറ്ററിന്റെ ഡിഫറൻസ് പറയുന്നത് 1.168 മീറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പൊ എത്രയേ ഉള്ളൂ. നമ്മൾ രണ്ട് പ്രോബ്ലം എടുത്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യാം. നമുക്ക് അടുത്ത പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.